അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്കും ചില സന്ദർഭങ്ങൾക്കും ചില സാഹചര്യങ്ങൾക്കും ചില വ്യക്തികൾക്കുമൊക്കെ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം കൽപ്പിച്ചതായിട്ട് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കിയ ഒരു രാവാണ് ബറാഅത്തിൻ്റെ രാവ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവിതത്തിന്റെ ഒരു സന്ദേശത്തിൽ നമുക്ക് ബറാഅത്തുമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നമ്മുടെ ഉമ്മയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിക്കുന്ന ദിവസമാണ്. രാത്രി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടടുത്ത് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതായി. ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിൽ ചിന്തിച്ചു പോവുകയാണ്, ഞാൻ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് എങ്ങാനും പോയോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ അന്വേഷിച്ചാൻ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരം ബഖീഇൽ, ജന്നത്തുൽ ബഖീഇൽ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാഴ്ച കാണുമ്പോൾ, റസൂലുള്ളാഹി തങ്ങളെ ഈ നിലയിൽ ആയിഷ റളിയല്ലാഹു അൻഹ കാണുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രിയുടെ പവിത്രത ആയിഷ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൽബ് ഗോത്രക്കാരുടെ, അതായത് ആ കാലഘട്ടത്തിൽ ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്ന, ആടുകൊണ്ട് സമ്പന്നമായിരുന്ന ഒരു വിഭാഗമാണ്, ഗോത്രമാണ് കൽബ് ഗോത്രക്കാർ. അവരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തിന്റെ അത്ര ദോഷങ്ങൾ പോലും പൊറുക്കപ്പെടുന്ന ഒരു രാത്രിയാണ്. അത്രയും ആളുകൾക്ക് അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്ന ഒരു രാത്രിയാണ്, ഒരു രാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രാവ് ശഅബാൻ പകുതിയുടെ രാവാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പുണ്യമായിട്ടുള്ള ഒരു രാവാണ് ബറാഅത്തിന്റെ രാവ്. അതുകൊണ്ട് ആ രാവിൽ മനുഷ്യന്റെ റിസ്ക്കും അവന്റെ ആയുസ്സും ഒക്കെ കണക്കാക്കപ്പെടുന്ന, അവന്റെ എല്ലാ കാര്യങ്ങളും കണക്കാക്കപ്പെടുന്ന ഒരു രാവ് കൂടിയാണെന്ന് നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് പഠിപ്പിച്ച മാസം കൂടിയാണ് ശഅബാൻ മാസം. അല്ലാഹു തആല അതിന്റെ എല്ലാ ബറക്കത്തുകളും കരഗതമാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.